നമസ്കാരം. വാർത്തോദയം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വിശദമായ വാർത്തയിലേക്ക്. അനിശ്ചിതത്തിലൂടെ ഇഴഞ്ഞു നീങ്ങിയ കർണാടക നിയമസഭാ നടപടികൾക്ക് അർദ്ധരാത്രിയോടെ അവസാനമായി. ഇന്ന് വൈകിട്ട് 6 മണിക്കുള്ളിൽ വിശ്വാസ വോട്ടെടുപ്പ് നടക്കുമെന്ന് കർണാടക സ്പീക്കർ KR രമേശ് കുമാർ വ്യക്തമാക്കി. ഇന്ന് വൈകിട്ട് 4 മണിക്കുള്ളിൽ വിശ്വാസ പ്രമേയത്തിൽ ചർച്ച പൂർത്തിയാക്കണം. 6 മണിക്കുള്ളിൽ വിശ്വാസ വോട്ടെടുപ്പ് നടക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. അർദ്ധരാത്രി തന്നെ വിശ്വാസ വോട്ടെടുപ്പ് വേണമെന്ന് BJP ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് ശക്തമായി എതിർത്തു. എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ സഭ പിരിയാൻ തീരുമാനമെടുക്കുകയായിരുന്നു. കോട്ടയം ജില്ലയിൽ 100 കുടുംബങ്ങളിലെ 379 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ഇതിൽ 144 പുരുഷന്മാരും 162 സ്ത്രീകളും 71 കുട്ടികളും ഉൾപ്പെടുന്നു. 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നതോടെ ജില്ലയിലെ ആകെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം 13ആയി. അയർക്കുന്നം വില്ലേജിൽ പുന്നത്തറ സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഒഴികെ കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ ഇന്ന് യെല്ലോ അലർട്ട്. ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും മഴയ്ക്ക് ശമനമുണ്ട്. മഴ കനത്തതിനെ തുടർന്ന് തുറന്നുവിട്ട കല്ലാർകുട്ടി, മലങ്കര, പാംബ്ല എന്നീ ഡാമുകൾ ഇന്ന് അടച്ചേക്കും. കാര്യമായ അപകടങ്ങളൊന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപകട സാധ്യതയുള്ളതിനാൽ രാത്രി സമയത്ത് ഹൈറേഞ്ചിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. ജില്ലയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 6 കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇറാൻ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് കപ്പൽ സ്റ്റെനോ ഇംപോറയിലെ ദൃശ്യങ്ങൾ പുറത്ത്. മലയാളികൾ അടക്കമുള്ള ജീവനക്കാരുടെ ദൃശ്യങ്ങളാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. ജീവനക്കാർ കപ്പലിനകത്തു നിന്ന് സംസാരിക്കുന്നതും ജോലി ചെയ്യുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കൊച്ചി സ്വദേശി ഡിജോ പാപ്പച്ചൻ അടക്കമുള്ളവരെ ദൃശ്യങ്ങളിൽ കാണാം. കപ്പലിലുള്ള 23 ജീവനക്കാരെയും കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇറാൻ കപ്പൽ കമ്പനി അധികൃതർ കത്ത് നൽകിയിരുന്നു. ബ്രിട്ടന്റെ എണ്ണക്കപ്പൽ ഇറാൻ പിടിച്ചെടുത്തിട്ട് ഇത് 4ാം ദിവസമാണ്. ഇതുവരെ കപ്പലിലുള്ളവരുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരുന്നില്ല. കപ്പലിലുള്ള 23 ജീവനക്കാരിൽ 18 ഇന്ത്യക്കാരാണ് ഉള്ളത്. ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാൻ കപ്പലിലെ ജീവനക്കാർ വൈകാതെ മോചിതരാകുമെന്ന് പ്രതീക്ഷയിൽ ബന്ധുക്കൾ. 3 മാസം മുമ്പ് മാത്രമാണ് കാസർഗോഡ് ഉദുമ സ്വദേശി പ്രജിത് പുരുഷോത്തമൻ ഇറാൻ കപ്പൽ ഗ്രേസ് വണ്ണിൽ എഞ്ചിനീയറായി സർവീസിൽ പ്രവേശിച്ചത്. പ്രജിത് ഫോൺ മുഖേന തങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് ബന്ധുക്കളും പറഞ്ഞു. നയതന്ത്ര പ്രശ്നങ്ങളുടെ ഭാഗമായി ജൂലൈ 4-നാണ് ഇറാൻ എണ്ണക്കപ്പൽ ഗ്രേസ് വൺ ജിബ്രാൾട്ടർ കടലിടുക്കിൽ വെച്ച് ബ്രിട്ടൻ പിടിച്ചെടുത്തത്. ഈ കപ്പലിലെ 28 ജീവനക്കാരിൽ 3 പേർ മലയാളികളാണ്. ഇതിലൊരാൾ കാസർഗോഡ് ഉദുമ സ്വദേശി 32-കാരനായ പ്രജിത് പുരുഷോത്തമനാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് വിരമിച്ച മാനേജർ P പുരുഷോത്തമന്റെയും PK ശ്രീജയുടെയും മകനാണ്. കപ്പലിലെ 3rd എഞ്ചിനീയറായ പ്രജിത്ത് 3 മാസം മുമ്പ് മാത്രമാണ് ഇറാൻ എണ്ണക്കപ്പലിൽ ജോലിയിൽ പ്രവേശിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പ്രശ്നങ്ങളായതിനാൽ വൈകാതെ തന്നെ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രജിത്തിന്റെ അച്ഛൻ പുരുഷോത്തമൻ. ഇറാനിൽ നിന്ന് ഓയിൽ എടുത്ത് ഇവർ സിറിയയിലേക്ക് ഓഫ്ലോഡ് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു തുർക്കി വഴി. അപ്പോഴാണ് ബ്രിട്ടീഷ് സേനയുടെ ആൾക്കാർ വന്നിട്ട് അവിടുന്ന് ഇവരെ ഡീറ്റെയിൻ ചെയ്തത്. അതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. 10-15 ദിവസമായിട്ട് ഇവന് യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല. മൊബൈലും ലാപ്ടോപ്പും കൊണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം മൊബൈൽ മടക്കി തന്നു. അപ്പം വിളിക്കാൻ പറ്റി. ഡിസ്കഷൻ നടക്കുന്നുണ്ട്. 30 ദിവസത്തിനുള്ളിൽ മോചനം കിട്ടുമെന്നാണ് പറഞ്ഞത്. കപ്പൽ പിടിച്ചെടുത്ത ഘട്ടത്തിൽ ബാഹ്യലോകവുമായി ബന്ധപ്പെടുന്നതിന് ജീവനക്കാർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ടെലിഫോണിലൂടെ ബന്ധുക്കളുമായി ബന്ധപ്പെടുവാൻ അനുമതിയുണ്ട്. കുടുംബവുമായി പ്രജിത്ത് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വഴി ബന്ധപ്പെടുന്നുണ്ട്. ജീവനക്കാർക്ക് പീഡനങ്ങളോ മറ്റു പ്രയാസങ്ങളോ ഇല്ല. ഇത് കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം പകരുന്നു. വൈകാതെ തന്നെ പ്രജിത്ത് ഉൾപ്പെടെയുള്ള കപ്പലിലെ മുഴുവൻ പേരുടെയും മോചനം പ്രതീക്ഷിക്കുകയാണ് ഈ കുടുംബം. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. കേരള തമിഴ്നാട് അതിർത്തിയിൽ വീണ്ടും നിർമ്മൽ മോഡൽ തട്ടിപ്പ്. സ്വർണ്ണ പണയ സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിയവരുടെ പണവും സ്വർണവുമായി ഉടമസ്ഥൻ മുങ്ങി. കേരള അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഫ്രാൻക്യു ആൽവൻ എന്ന സ്ഥാപന ഉടമയാണ് ഇടപാടുകാരുടെ 3 കോടി രൂപയുമായി മുങ്ങിയത്. കേരള അതിർത്തിയായ പാറശാലയ്ക്കടുത്ത് പളുകല്ലിലാണ് നിർമ്മൽ ചിട്ടി തട്ടിപ്പിന് സമാനമായ തട്ടിപ്പ് നടന്നത്. ഫ്രാങ്കു ആൽവിൻ എന്ന സ്വർണ്ണപ്പണയ സ്ഥാപന ഇടപാട് നടത്തുന്ന ഫ്രാങ്ക്ലിൻ എന്ന വ്യക്തിയാണ് ഇടപാടുകാരുടെ 3 കോടി രൂപയുടെ സ്വർണവും പണവുമായി മുങ്ങിയത്. 3 മാസമായി ഇയാളെ കാണാതായിട്ട്. പളുകൽ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ഗൗരവമായി എടുത്തില്ലെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് SI കനിദാസിന്റെ നേതൃത്വത്തിൽ പളുകലിലെ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയെങ്കിലും പണമോ സ്വർണമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ബാങ്കിന്റെ ലൈസൻസ് ഉപയോഗിച്ച് അനധികൃതമായി മറ്റ് 2 ബാങ്കുകൾ കൂടി കേരളത്തിൽ ഇയാൾ നടത്തിയിരുന്നതായി അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. ഇടപാടുകാർ പണയം വെക്കുന്ന സ്വർണം
മറ്റു ചില ബാങ്കുകളിൽ ഫ്രാങ്ക്ലിൻ മറിച്ച് പണയപ്പെടുത്തിയിരുന്നതായും അന്വേഷണ സംഘം സംശയിക്കുന്നു. ചെറിയ തവണ വ്യവസ്ഥകളിലായി പണമടച്ച് സ്വർണം തിരികെ വാങ്ങാനുള്ള സൗകര്യമാണ് ഇടപാടുകാരെ ബാങ്കിലേക്ക് ആകർഷിച്ചിരുന്നത്. തട്ടിപ്പ് നടത്തിയ ഫ്രാങ്ക്ലിൻ തമിഴ്നാട് പോലീസിലെ പോലീസ് ഉദ്യോഗസ്ഥയുടെ ഭർത്താവാണ്. കേസുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഴയായാലും വെയിലായാലും തലചായ്ക്കാൻ ഇടമില്ലാതെ ജീവിതത്തെ നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ ഭവനരഹിതരായ സാധാരണക്കാർക്ക് ആശ്രയവും തണലുമായി മാറുകയാണ് ലൈഫ് മിഷൻ. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി 3 വർഷം പിന്നിടുമ്പോൾ ആശങ്കകളുടെ ജീവിതകാലം മറന്ന് സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നത് ആയിരങ്ങളാണ്. പാലക്കാട് നിന്ന് സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്വന്തമായി വീടെന്ന സാധാരണക്കാരന്റെ സ്വപ്നത്തിന് ചിറക് നൽകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി. ലൈഫ് മിഷൻ പദ്ധതി എങ്ങനെ പ്രവർത്തിക്കുന്നു അതറിയാനായി ഞങ്ങൾ പോകുന്നത് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്കാണ്. കഴിഞ്ഞ ദിവസം ഒരു ചരിത്ര നിമിഷത്തിലാണ് കാഞ്ഞിരപ്പുഴ സാക്ഷ്യം വഹിച്ചത്. ലൈഫ് മിഷനിലൂടെ ഒരുമിച്ച് പൂർത്തിയാക്കിയ 101 വീടുകളുടെ താക്കോലുകൾ വിതരണം ചെയ്തു ഗുണഭോക്താക്കൾക്ക്. ഇപ്പോൾ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 98 വീടുകളാണ് ലൈഫ് മിഷന്റെ ഭവന പദ്ധതി പ്രകാരം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിൽ 101 വീടുകൾ ഒരുമിച്ച് പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ താക്കോൽ ദാന ചടങ്ങ് നടത്തി കഴിഞ്ഞു. ഇതിന് പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിനെ ഈ തരത്തിൽ പദ്ധതി വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സഹായിച്ചത്. സർക്കാർ എനിക്ക് നല്ലൊരു സഹായമല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർത്തിട്ടും കൂടി ഇല്ല അങ്ങനെ ഒരു വീട് കയറ്റി ഇവിടെ ഇരിക്കുന്നത്. എനിക്കൊരു പൂതിൻ്റെ ഇറങ്ങുന്നതാണ് ഈ ചാളപ്പരം തട്ടിക്കളഞ്ഞിട്ട് ഒരു വെട്ടുകല്ല് കൊണ്ട് ചോറ് വെച്ചിട്ട് അതിലൊന്ന് കിടന്ന് മരിക്കണം. എന്നിട്ട് ആദ്യം ഞാൻ മെമ്പറോട് പറഞ്ഞിട്ട് മെമ്പർ ഇവിടെ പാല് കാച്ചൊക്കെ നേരെ അടിപൊളിയായിട്ട് നടത്തി കരയും ഞാൻ. എനിക്ക് പറയാനൊരാളില്ല. എൻ്റെ സത്യാവസ്ഥയാണ് ഞാനത് പറയുന്നത്. ഒന്നും കട്ടിക്കൂട്ടി പറയല്ല. ഇത് പറയാൻ വയ്യ. അത്രയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നത്. ആർസെന്റിൽ അസനാറിന്റെ ഒരു കുടുംബത്തോടൊപ്പമാണുള്ളത്. അവർക്ക് കൂടി ഈ പുതിയ വീട് ലൈഫ് മിഷൻ വഴി ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സന്തോഷമാണ്. 100% സന്തോഷമാണ്. കാരണം താമസിക്കുന്ന ഈ വീടാണ്. 3 മക്കളാണ്. ഞാനൊരു ആർട്ട് പേഷ്യൻ്റാണ്. പിന്നെ ജോലിക്കൊന്നും പോകാൻ വയ്യ. അപ്പോൾ അത് കിട്ടിയാൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം. പഞ്ചായത്തിനും പിണറായി സർക്കാരിനും എല്ലാവർക്കും സന്തോഷം. തൊട്ടപ്പുറത്ത് കാണുന്ന ഈ ചെറിയ ഒരു വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു നല്ല മനോഹരമായ ഒരു വീട്ടിലേക്ക് മാറിയിരിക്കുന്നത്. ഈ വീട്ടിൽ 5 അംഗ കുടുംബമാണ് താമസിച്ചിരുന്നത്. ശരിയായ വികസന കാഴ്ചപ്പാടും ജനതയോടുള്ള കരുതലുമാണ് ലൈഫ് മിഷൻ. ഇതൊരു പഞ്ചായത്തിന്റെയോ 101 കുടുംബങ്ങളുടെയോ മാത്രം കഥയല്ല. സംസ്ഥാനത്താകെ സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പടുത്തുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ RK ഫിറോഷിനോടൊപ്പം സിജു കണ്ണൻ. പ്രതികൂല കാലാവസ്ഥയിലും കാസർഗോഡ് ജില്ലയിൽ CPIM ഭവന സന്ദർശന പരിപാടിക്ക് ആവേശകരമായ തുടക്കം. ഒരാഴ്ച നീളുന്ന ബഹുജന സമ്പർക്ക പരിപാടിയിൽ വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളും പ്രവർത്തകരുമാണ് വീടുകൾ സന്ദർശിച്ച് ആശയവിനിമയം നടത്തുന്നത്. ബ്രാഞ്ച് തലത്തിൽ നടത്തുന്ന ഭവന സന്ദർശന പരിപാടികൾക്ക് നല്ല പ്രതികരണങ്ങളാണ് ബഹുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്.
കാസർഗോഡ് ജില്ലയിൽ ഏതാനും ദിവസങ്ങളായി കനത്ത മഴയാണ്. ഇതിനിടയിലാണ് CPIM നേരത്തെ നിശ്ചയിച്ച ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമായത്. പാർട്ടി നേതാക്കളും പ്രവർത്തകരും ബ്രാഞ്ച് തലത്തിൽ കേന്ദ്രീകരിച്ചാണ് വീടുകളിൽ സന്ദർശനം നടത്തി ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ തോൽവിയുടെ കാരണങ്ങൾ ചോദിച്ചറിയുന്നതിനൊപ്പം സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നു. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നതാണ് ഗൃഹസന്ദർശനം. ഗൃഹസന്ദർശന പരിപാടി ഫലപ്രദവും മികച്ച അനുഭവവുമാണെന്ന് CPIM സംസ്ഥാന സമിതി അംഗം CH കുഞ്ഞമ്പ് പറഞ്ഞു. ഞങ്ങളിന്ന് രാവിലെ 8 മണി മുതൽ ഗൃഹസന്ദർശനം ആരംഭിച്ചു. ഏകദേശം ഒരു 10-20ഓളം വീടുകൾ ഞങ്ങൾ കോരിച്ചെരിത മഴയത്ത് കയറി വീടുകളിൽ പോയപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളെ സംബന്ധിച്ചെല്ലാം വീട്ടിലെ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളോട് ഞങ്ങൾ സംവദിച്ചു. വളരെ നല്ലൊരു സംരംഭമായിട്ടാണ് തോന്നുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ നീലേശ്വരം പള്ളിക്കരയിലും സംസ്ഥാന സമിതി അംഗം KP സതീഷ് ചന്ദ്രൻ പട്ടേനയിലും ഗൃഹസന്ദർശനത്തിന് നേതൃത്വം നൽകി. വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്കൊപ്പം ജനപ്രതിനിധികളും ഗൃഹസന്ദർശന പരിപാടിയിൽ സജീവമാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്. മഴ ശക്തമായാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയെന്ന് പ്രചരിക്കുന്നത് പതിവാണ്. എന്നാൽ ഈ വ്യാജ പ്രചരണം പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനെ തുടർന്ന് രസകരമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. പത്തനംതിട്ട ജില്ലയിൽ തുടർച്ചയായി മഴ പെയ്തപ്പോൾ പലരും അവധി പ്രതീക്ഷിച്ചു. പക്ഷേ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറായ PB നൂഹ് അവധി പ്രഖ്യാപിച്ചത്. ഇതോടെ ജില്ലാ കളക്ടറുടെ പേരിൽ തന്നെ ചിലർ സോഷ്യൽ മീഡിയയിൽ അവധി പ്രഖ്യാപനം നടത്തി. തന്റെ പേരിലുള്ള അവധി പ്രഖ്യാപനം കണ്ട് കളക്ടർ ഞെട്ടി. ഇത് എന്റെ സന്ദേശമല്ല, ഞാനിത് അറിഞ്ഞിട്ടില്ല എന്ന് കളക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചതോടുകൂടി ട്രോളുകളുടെയും കമന്റുകളുടെയും പ്രകൃതി നിയമമാണ്. അവധി തന്നില്ലെങ്കിൽ സാധാരണ ദിവസമായി അതങ്ങ് കടന്നുപോകും. അവധി തന്നാൽ അതൊരു ചരിത്രമാകും. കിഡ്നി ഒന്നും ചോദിച്ചില്ലല്ലോ സാർ, ഒരു അവധിയല്ലേ, അതിങ്ങ് തന്നുകൂടെ, പനി പിടിച്ചാൽ കളക്ടറാകും ഉത്തരവാദി എന്നിങ്ങനെ പോകുന്നു രസകരമായ ആ കമന്റുകൾ. ചിലർ ഓഡിയോ ക്ലിപ്പുകളും പോസ്റ്റ് ചെയ്തു. കിഡ്നി ഒന്നും അല്ലല്ലോ സാർ ചോദിച്ചത്, അവധിയല്ലേ സാർ ചോദിച്ചത്, അതൊന്ന് തന്നൂടെ, എനിക്ക് പനി പിടിച്ചാൽ സാറാണ് ഉത്തരവാദി. രസകരമായ ഈ കമന്റുകൾക്ക് ജില്ലാ കളക്ടറുടെ മറുപടി ഇങ്ങനെ: അടുത്ത ദിവസം അവധിയാണ് എന്ന് പറഞ്ഞിട്ട്, അപ്പം അങ്ങനൊരു വാർത്ത തെറ്റാണ്, അവധി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്തു. കാരണം ഒത്തിരി കോളുകൾ വരുന്നതുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്തതോടുകൂടി ഒത്തിരി കുട്ടികൾ അതിൽ കമന്റ് ചെയ്യാൻ തുടങ്ങി. വളരെ രസകരമായിട്ടുള്ള കമന്റുകളാണ് പലതും. സാർ, നമുക്ക് ഒരവധിയല്ലേ ചോദിച്ചുള്ളൂ, കിഡ്നി ഒന്നും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രസകരമായ കമന്റുകളിലൊക്കെ വരാൻ തുടങ്ങി. അപ്പം കുറച്ചൊക്കെ ഇതിന് ഞാനും മറുപടി കൊടുത്തു. പക്ഷെ കമന്റ് 1000 കഴിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനൊന്നും മറുപടി പറയൽ നടക്കില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ആശങ്കയുടെ മഴ പെയ്തൊഴിയുമ്പോൾ ട്രോൾ മഴയിൽ മുങ്ങിയിരിക്കുകയാണ് ജില്ല ഇപ്പോൾ. കൈരളി ന്യൂസ്, പത്തനംതിട്ട. UDF ഭരണകാലത്തെ വയനാട്ടിലെ മറ്റൊരു അഴിമതിയാണ് വാളാട്ടിലെ സ്പെഷ്യൽ ഗെയിംസ് സ്കൂൾ. പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികളുടെ കായിക മികവിനെ വളർത്താൻ ലക്ഷങ്ങൾ ചിലവിട്ട പദ്ധതി അഴിമതിയിൽ മുങ്ങിയതോടെ പൂർണ്ണമായും നശിച്ചു. ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഇന്നിവിടം. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ വാളാട് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2011 നിർമ്മാണം. പൂർത്തിയായത് 2014. ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് അശാസ്ത്രീയമായി നിർമ്മിച്ച ഗ്രൗണ്ടും മറ്റ് കായിക ഇനങ്ങൾക്കായുള്ള ഉപകരണങ്ങളുമെല്ലാം ഇന്ന് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഹയർ സെക്കൻഡറി ബ്ലോക്കിന് മുൻപിലായാണ് ഗെയിംസ് കോർട്ട് സ്ഥാപിച്ചത്. ആദ്യഘട്ടത്തിൽ 1/2 കോടിയോളം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. PK ജയലക്ഷ്മി മന്ത്രിയായ സമയത്ത് ലക്ഷങ്ങൾ മുടക്കി പണിത ഒരു സ്റ്റേഡിയമാണിത്. പക്ഷേ നാട്ടുകാർക്കും സ്കൂളിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് സ്പോർട്സ് കൗൺസിലിൽ ഇതിന്റെ പണിത്. അവസാനം വരുമ്പോൾ ഈ അവസ്ഥയിലെത്തി. ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. വെറും ടാറിങ് മാത്രം ഇട്ട് പെയിന്റ് അടിച്ച് പോയൊരവസ്ഥ. ഇപ്പോൾ കുട്ടികൾക്കോ നാട്ടുകാർക്കോ ആർക്കും കളിക്കാൻ പറ്റാത്ത അവസ്ഥ. അഥവാ വീണാൽ തന്നെ പെട്ടെന്ന് മുറിവേൽക്കുന്ന ആ ഒരു രീതിയിൽ സ്റ്റേഡിയത്തിന്റെ എല്ലാം പോയി, തൂണും ഇതും ഒക്കെ പോയി, ലൈറ്റും ഇതൊക്കെ വെറുതെ പാഴായി പോകുന്നു. വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, കബഡി തുടങ്ങി നിരവധി ഗെയിംസ് ഇനങ്ങൾക്ക് മികച്ച പരിശീലനം എന്നതായിരുന്നു ലക്ഷ്യം. കോർട്ടുകളുടെ പ്രതലം പോലും അശാസ്ത്രീയ നിർമ്മാണത്താൽ തകർന്നു. ചുറ്റുവേലിയും അനുബന്ധ സംവിധാനങ്ങളുമെല്ലാം തകർന്നെങ്കിലും പിന്നീട് പുനർനിർമ്മിക്കാൻ പോലും അന്ന് അധികൃതർ തയ്യാറായില്ല. പദ്ധതിക്ക് പുതിയ സർക്കാർ പുതുജീവൻ നൽകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. കൈരളി ന്യൂസ്, വയനാട്.
നിയമസഭയുടെ പുതിയ സെക്രട്ടറിയായി SV ഉണ്ണികൃഷ്ണൻ നായരെ നിയമിച്ചു. സെക്രട്ടറിയായിരുന്ന VK ബാബു പ്രകാശ് വിരമിച്ച ഒഴിവിലാണ് നിയമനം. 1995 മുൻസിഫ് മജിസ്ട്രേറ്റായി ജുഡീഷ്യൽ സർവീസിൽ നിയമിതനായി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുൻസിഫ് മജിസ്ട്രേറ്റ്, സബ് ജഡ്ജി, ജില്ലാ ജഡ്ജി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ രജിസ്ട്രാറായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇദ്ദേഹം. നേരിയ രക്തസ്രാവം പരിഹരിക്കുന്നതിനായി വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണിക്ക് ശസ്ത്രക്രിയ നടത്താൻ മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചു. ദേഹാസ്വസ്ഥയെ തുടർന്ന് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് മന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. മന്ത്രിക്ക് തലയൊട്ടിക്കും തലച്ചോറിനും ഇടയ്ക്കായി നേരിയ രക്തസ്രാവമുള്ളതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. തിങ്കളാഴ്ച ബോർഡ് യോഗം ചേർന്ന് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു. ഇതോടെ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MS ഷർമത്ത് അറിയിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 40 കിലോഗ്രാം കഞ്ചാവുമായി ആന്ധ്ര സ്വദേശി അറസ്റ്റിൽ. വെസ്റ്റ് ഗോദാവരി സ്വദേശി ഗുണസുബറാവുവിനെയാണ് റെയിൽവേ പോലീസിന്റെ പ്രത്യേക സ്ക്വാഡ് പിടികൂടിയത്. റെയിൽവേ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആന്ധ്ര സ്വദേശി ഗുണസുബറാവു പിടിയിലായത്. കോഴിക്കോട് നിന്നും മംഗലാപുരം ഭാഗത്തേക്ക് ട്രെയിൻ കയറാൻ കാത്തു നിൽക്കുമ്പോഴാണ് റെയിൽവേ പോലീസിന്റെ പ്രത്യേക സ്ക്വാഡ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 40 കിലോഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. 8 ലക്ഷത്തോളം രൂപ വിലമതിക്കും. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കഞ്ചാവ് വിതരണം ചെയ്യുന്ന ആളാണ് ഇയാളെന്ന് റെയിൽവേ CI കീർത്തി ബാബു പറഞ്ഞു. റെയിൽവേ പോലീസിന്റെ ഡാൻസ് ഓഫ് സ്ക്വാഡിന്റെ ഒരു നിരീക്ഷണത്തിന്റെ ഫലമായിട്ട് പിടിച്ചെടുത്ത മയക്കുമരുന്നാണ്. ഏകദേശം 40 കിലോയോളം മയക്കുമരുന്നാണ് തുണി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ആന്ധ്രാപ്രദേശ് തുണി ദക്ഷിണ ഗോദാവരി ജില്ലയിൽ നിന്ന് ഈ പ്രതിയുടെ പേര് ഗുണ സുബ്ബറാവു എന്ന പ്രതി കടത്തിക്കൊണ്ടുവന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതിന് ഏകദേശം ഓപ്പൺ മാർക്കറ്റിൽ 8 ലക്ഷത്തോളം വിലയുണ്ടാവും. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്. കടകംപള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ 4ാമത് ശാഖ തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശാഖ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിനൊപ്പം ആരംഭിച്ച നീതി മെഡിക്കൽ സ്റ്റോറിന്റെ പ്രവർത്തനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ സംഘടന ശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ലെന്ന് തെളിയിച്ച് വിദ്യാർത്ഥി പ്രകടനം. കോളേജിൽ സംഘടിപ്പിച്ച രഞ്ജിനി S ആനന്ദ് രക്തസാക്ഷി ദിനത്തിൽ പങ്കാളികളായത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്. SFIക്കെതിരെയുള്ള കുപ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയായി ഈ പ്രകടനം. 10 ദിവസങ്ങൾക്ക് ശേഷം തുറന്ന് പ്രവർത്തനം ആരംഭിച്ച യൂണിവേഴ്സിറ്റി കോളേജ്. ഇവിടെ വിദ്യാർത്ഥികൾ SFIയിൽ നിന്നും അകന്നു എന്ന കുപ്രചരണങ്ങൾക്കുള്ള മറുപടി. അതാണ് ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന വിദ്യാർത്ഥി പ്രകടനം തെളിയിച്ചത്. കോളേജിലെ SFIയുടെ സംഘടനാ ശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതായി മാറി ക്യാമ്പസ് അങ്കണത്തിൽ നടന്ന രഞ്ജിനി S ആനന്ദ് രക്തസാക്ഷി ദിനാചരണം. പങ്കാളികളായതിൽ ഏറെയും പെൺകുട്ടികളായിരുന്നു എന്നതും വിമർശകരുടെ വായടപ്പിക്കുന്നതായി. സ്വന്തം ജില്ലാ സെക്രട്ടറിയെ കുത്തിവീഴ്ത്തിയ ആളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ SFIക്കെതിരെ സമരം കിടക്കുന്നതെന്ന് SFI അഡ്ഹോക് കമ്മിറ്റി കൺവീനർ റിയാസ് പറഞ്ഞു. ഇവിടെ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ അവരെ ചെറുത്തു തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടേക്ക് കടന്നു വരുന്നവരെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എത്ര തന്നെ ആരൊക്കെ ശ്രമിച്ചാലും SFI എന്ന മഹത് പാരമ്പര്യമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ താറടിക്കാനും ഇല്ലായ്മ ചെയ്യാനും ആരെയും അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു പ്രകടനത്തിൽ ഓരോ വിദ്യാർത്ഥിയും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വൈദികരുടെ സമരത്തെ വിമർശിച്ച് കർദിനാൾ. പ്രതിഷേധക്കാരുടെ സമരരീതികൾ സഭയ്ക്ക് യോജിച്ചതായിരുന്നില്ലെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരി തുറന്നടിച്ചു. താൻ മൗനം വെടിഞ്ഞിരുന്നെങ്കിൽ സഭ തന്നെ വീണു പോകുമായിരുന്നു.
തനിക്കുണ്ടായ മനക്ലേശങ്ങൾ സിനഡിനെ അറിയിക്കുമെന്നും ആലഞ്ചേരി പറഞ്ഞു. ഓൾ കേരള കത്തോലിക് കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർദിനാൾ ആലഞ്ചേരിക്കെതിരെ വിമത വൈദികർ ഉപവാസ സമരം നടത്തിയതുൾപ്പെടെ ഒരു വിഭാഗം പടയൊരുക്കം തുടരുമ്പോൾ ആദ്യമായാണ് കർദിനാൾ ആലഞ്ചേരിയുടെ പ്രതികരണം പുറത്തുവരുന്നത്. കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികൾ സിറോ മലബാർ ആസ്ഥാനത്ത് നടത്തിയ സമ്മേളനത്തിലാണ് ആലഞ്ചേരി വൈദിക സമരത്തെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചത്. സഭയ്ക്ക് യോജിച്ച രീതിയിലായിരുന്നില്ല സമരരീതിയെന്ന് കർദിനാൾ പറഞ്ഞു. കോലം കത്തിക്കൽ രാഷ്ട്രീയ പരിപാടിയായിപ്പോയി. ഇതെല്ലാം സഭയെ വേദനിപ്പിച്ചു. താൻ മൗനം വെടിഞ്ഞിരുന്നെങ്കിൽ സഭ തന്നെ വീണുപോകുമായിരുന്നുവെന്നും ആലഞ്ചേരി തുറന്നടിച്ചു. എതിർപ്പുകളെല്ലാം പ്രകടിപ്പിച്ചവര് ഉപയോഗിച്ച മാർഗങ്ങൾ സഭയ്ക്ക് യോജിച്ചവ അല്ലാതായിരുന്നു. ആരെയും കുറ്റപ്പെടുത്തി വിധിക്കാനോ അതിനുള്ള അവകാശം നമുക്കില്ല. ഇതുപോലുള്ള പ്രവണതകളുടെ തെറ്റായ സ്വഭാവം നമ്മൾ സഭയിൽ നമ്മളിപ്പോൾ ചെയ്തതുപോലെ മനസ്സിലാക്കണം, ചർച്ച ചെയ്യണം, വെളിപ്പെടുത്തണം. സത്യവിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും തനിക്കുണ്ടായ മനക്ലേശങ്ങൾ സിനഡിനെ അറിയിക്കുമെന്നും കർദിനാൾ പറഞ്ഞു. തെറ്റായ പ്രവൃത്തിയിലേക്ക് വീണ വൈദികർ ഉൾപ്പെടെയുള്ളവരെ സിനഡ് തിരുത്തും. പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയവരെ തള്ളിക്കളയരുതെന്നും അവർ തിരിച്ചുവരുമെന്നും കർദിനാൾ ആലഞ്ചേരി വ്യക്തമാക്കി. സ്ഥിരം സിനഡ് അംഗങ്ങളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് കർദിനാളിനെതിരെയുള്ള പ്രത്യക്ഷ സമരം വിമത വൈദികർ കഴിഞ്ഞ ദിവസം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. അതിരൂപതയ്ക്ക് പുതിയ ഭരണത്തലവനെ നിയമിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സമ്പൂർണ്ണ സിനഡിൽ പരിഗണിക്കാമെന്നാണ് വൈദികർക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്. കൈരളി ന്യൂസ്, കൊച്ചി. ഖത്തറിൽ കാൽനടക്കാരുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും വിശദീകരിച്ച് ആഭ്യന്തര മന്ത്രാലയം ട്രാഫിക് ആസ്ഥാനത്ത് സെമിനാർ സംഘടിപ്പിച്ചു. ഗതാഗത ബോധവൽക്കരണ വകുപ്പും ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻസ് വകുപ്പുകളും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഖത്തർ ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. ട്രാഫിക് ജനറൽ ഡയറക്ടർ ഗതാഗത ബോധവൽക്കരണ വകുപ്പിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻ വിഭാഗത്തിന്റെയും സംയുക്തമായിട്ടാണ് ആഭ്യന്തര മന്ത്രാലയ ട്രാഫിക് ആസ്ഥാനത്ത് സെമിനാർ സംഘടിപ്പിച്ചത്. രാജ്യത്തെ തെരുവുകളും റോഡുകളും സുരക്ഷിതമായി ഉപയോഗിക്കുക, ഗതാഗത നിയമങ്ങൾ പാലിക്കുക എന്നീ അറിവുകൾ പകർന്നു നൽകുന്നതാണ് ഈ സെമിനാറിന്റെ പ്രധാന ലക്ഷ്യം. വിദേശ രാജ്യക്കാരായ കമ്മ്യൂണിറ്റികളോട് സഹകരിച്ചാകും ബോധവൽക്കരണ പരിപാടികൾ നടക്കുക. പ്രാദേശിക മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ, സെമിനാറുകൾ എന്നിവ വഴിയും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 1 മുതലാകും കാൽനടക്കാരുടെ നിയമലംഘനങ്ങൾ മന്ത്രാലയം നിരീക്ഷിക്കുകയും കുറ്റങ്ങൾ രേഖപ്പെടുത്തി പിഴ ഈടാക്കുകയും ചെയ്യുക. രാജ്യത്തെ ആഭ്യന്തര മന്ത്രാലയ ട്രാഫിക് ആസ്ഥാനത്ത് നടന്ന സെമിനാറിൽ ഗതാഗത വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ കേണൽ നസർ ദർമാൻ അൽ ഹാജരി, ബോധവൽക്കരണ അസിസ്റ്റന്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ ജാബർ മുഹമ്മദ് ഉദൈബ, ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം ഓഫീസർ ക്യാപ്റ്റൻ അബ്ദുൽ വാഹിദ് അൻസി തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, പ്രവാസി സംഘടനാ പ്രതിനിധികൾ, രാജ്യത്തെ കമ്പനി പ്രതിനിധികൾ, മാധ്യമ പ്രവർത്തകർ എന്നിവർ സെമിനാറിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഖത്തർ.